ഫോറക്സ് ട്രേഡേഴ്സ് എന്തിനാണ് ബൈനാൻസ് യൂസ് ചെയ്യുന്നത്? അതിന്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് പോയി കാണാം. പാർട്ട് 2 ആണിത്. സോ പാർട്ട് 1 നിങ്ങൾക്ക് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് P2P എന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് P2P? P2P ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് എങ്ങനെയൊക്കെ ചെയ്യാം? ഏതൊക്കെ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ടൈപ്പ് ഓഫ് P2P ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ മുന്നേ ഈ P2P എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ P2P? P2P എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോറക്സിൽ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോളേഴ്സിന്റെ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ഈ ഡോളേഴ്സ് നമ്മൾ വാങ്ങിക്കാനും വിൽക്കാനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഈ P2P ട്രാൻസാക്ഷൻ എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറ്. സോ ഈ P2P ട്രാൻസാക്ഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ബൈനാൻസ് വഴി നിങ്ങൾക്ക് ചെയ്യാം. ബൈനാൻസ് പോലെയുള്ള വേറെയും എക്സ്ചേഞ്ചസ് ഉണ്ട്. ആ എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് P2P ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ P2P ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. സോ നമുക്ക് P2P ട്രാൻസാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഫോറക്സിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡോളേഴ്സ് വാങ്ങിക്കാനാണ് നമ്മൾ ഈ P2P മെത്തേഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ P2Pയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പെയർ ടു പെയർ എന്നാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാനും എൻ്റെ ഫ്രണ്ടും എടുക്കുക. എൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ ഒരു $100 ആവശ്യമായിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു $100 വിൽക്കാനുണ്ട്. അപ്പോൾ ഞാൻ $100 അവന് കൊടുത്തിട്ട് അവൻ അതിന് വാല്യൂ ആയിട്ടുള്ള INR എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നു. ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ P2P എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആരായിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. സോ പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു റിസ്ക് എലമെന്റ്സ് ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ അറിയാത്ത ഒരാളായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾ ഡോളേഴ്സ് അയച്ചു കൊടുത്തിട്ട് അവര് ക്യാഷ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പെട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയും പോയി കംപ്ലൈന്റ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഡോളേഴ്സിനോടുള്ള കളിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു റിസ്ക് എലമെന്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് ഡോളേഴ്സ് വാങ്ങിക്കാനും വെക്കാനൊക്കെ. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അവരുടെ ആധാർ കാർഡ് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അതാകുമ്പോൾ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്താണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് സോ ഓൺലൈനായിട്ടും P2P ചെയ്യാൻ പറ്റും. ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ക്യാഷ് വാങ്ങുന്നത് 2 രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് ആയിട്ടും വാങ്ങിക്കാൻ പറ്റും. എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? P2P ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ബൈനാൻസ് നിങ്ങളുടെ എക്സ്ചേഞ്ച് വഴിയാണ് ചെയ്യുന്നത്. ഡോളേഴ്സ് വാങ്ങിക്കുന്നത് നിങ്ങൾ എക്സ്ചേഞ്ച് വഴി തന്നെ വാങ്ങിക്കേണ്ടി വരും. ക്യാഷ് നിങ്ങൾക്ക് കയ്യിലോ ബാങ്ക് അക്കൗണ്ടിലോ ആയിട്ട് വാങ്ങിക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈനാൻസ് വഴി നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡോളേഴ്സ് നിങ്ങൾ വിൽക്കരുത്. ബൈനാൻസ് വഴി വിൽക്കാൻ പാടില്ല. അതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് കൊടുത്താലും ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ INR അയച്ചു തരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഫ്രോഡ് കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലീഗലി വഴി ഉണ്ടാക്കിയ ക്യാഷോ കാര്യങ്ങളോ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡോളേഴ്സ് വിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാതിരിക്കാൻ ബൈനാൻസ് വഴി വിൽക്കാതിരിക്കാം. വാങ്ങിക്കാം, നിങ്ങൾക്ക് ഡോളേഴ്സ് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, P2P എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ബൈനാൻസ് വഴിയാണ് നമ്മൾ ഡോളേഴ്സ് വാങ്ങിക്കുക. നിങ്ങൾക്ക് 2 രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയുള്ള ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരാളുടെയോ ഡോളേഴ്സ് കയ്യിൽ നിന്ന് വാങ്ങിച്ച് ബൈനാൻസ് അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബ്രോക്കറിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്നതാണ് ബൈനാൻസ് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അവിടെ ആളുകളുണ്ടാവും. അവിടെ ഡോളേഴ്സ് വിൽക്കാൻ വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും. P2P ട്രേഡിംഗ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. പല റേറ്റിനും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡോളേഴ്സ് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. സോ നമുക്ക് ബൈനാൻസ് ആപ്ലിക്കേഷനിൽ പോയി എവിടെ നിന്നാണ് നമ്മൾ ഈ P2P ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പോൾ നിങ്ങളുടെ ബൈനാൻസ് ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ അസെറ്റ്സിൽ പോവുക. അസെറ്റിൽ പോയിട്ട് അതിൽ ആഡ് ഫണ്ട് കൊടുക്കുക. എന്നിട്ട് P2P ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണാം. അതിൽ കയറുക. അതിൽ നിങ്ങൾ പുതുതായിട്ടാണോ P2P ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് അതിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് കാണാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് P2P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ, എക്സ്പ്രസ് വഴി നിങ്ങൾക്ക് ഡോളേഴ്സ് വാങ്ങിക്കാൻ പറ്റും, അതുപോലെ വെക്കാനും പറ്റും. സോ ഞാൻ P2P എന്ന് പറയുന്ന
എന്ന ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ സെല്ല് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡോളർ വാങ്ങണോ വിൽക്കണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരുപാട് ആളുകൾ ഡോളേഴ്സ് വിൽക്കാനിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് അവർ ഏതൊക്കെ ഓപ്ഷൻ വഴിയാണ് നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് അവർ ഏതൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ $1 അവർ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നതെന്നുള്ളതും അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അവിടെ UPI ഉള്ള ആളുകൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് UPI വഴി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ബൈനാൻസ് വഴി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ ഡോളേഴ്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈനാൻസ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് സേഫാണ്. നമുക്ക് ബൈനാൻസ് വഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് P2P ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. സോ ഡോളേഴ്സ് വാങ്ങിക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഡോളേഴ്സ് വിൽക്കുകയും ചെയ്യാം, ബൈനാൻസ് വഴി നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ അങ്ങനെ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന INR എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ അവർ ചെയ്തെന്തെങ്കിലും ആയിട്ടുള്ള INR ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അവർ ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് നിങ്ങൾക്ക് കേസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ബൈനാൻസ് വഴി വിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഡോളേഴ്സ് വിൽക്കണം എന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് പുറത്തുള്ള ആളുകൾക്ക് വിൽക്കാവുന്നതാണ്. സോ അത് നിങ്ങൾക്ക് 2 രീതിയിൽ ക്യാഷ് വാങ്ങിക്കാം, കയ്യിലായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലായിട്ടും വാങ്ങിക്കാൻ പറ്റും. സോ വളരെ സിമ്പിൾ ആണ് P2P ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്. സോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ P2Pയുടെ കാര്യമായിരുന്നു ഫസ്റ്റ് പാർട്ട് 1 പറയേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ. സോ ആദ്യം നിങ്ങൾ ഡോളേഴ്സ് വാങ്ങിച്ച് ബൈനാൻസ് അക്കൗണ്ടിലേക്ക് ആക്കിയതിന് ശേഷം അവിടുന്ന് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വഴി ഏതെങ്കിലും നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കറിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അവിടുന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് ഇവിടുന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഡോളേഴ്സ് അയച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഒരു P2P ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് നമ്മൾ P2P ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, സോ അവരുടെ വാൾട്ട് അഡ്രസ്സ്, അവരുടെ USD, ഞാൻ കഴിഞ്ഞ ഇതിൽ പഠിപ്പിച്ച പോലെ USDയിൽ ഒരുപാട് നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് എടുത്തിട്ട് ആ ഒരു വാൾട്ട് അഡ്രസ്സ് നിങ്ങളതിൽ പേസ്റ്റ് ചെയ്ത് ഇവിടുന്ന് വിഡ്രോ കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നേരെ ഡോളേഴ്സ് അവരുടെ അക്കൗണ്ടിലേക്ക് പോയിക്കോളും. അതായത് ഏകദേശം ഒരു UPI വഴി ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ബൈനാൻസ് വർക്ക് ചെയ്യുന്നത്. സോ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.